ഹായ് ഫ്രണ്ട്സ്, ഫെദേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ വേഗ 2 എന്ന് പറയുന്ന ബോട്ടിനുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഈ ബോട്ടിലെ ഒരു റിവ്യൂ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫെദേഴ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദിലീപ്. ഞാൻ ഈ ബോട്ടിൻ്റെ ഡ്രൈവറാണ്. ഈ ബോട്ടിനെ കുറിച്ച് പറയാൻ കറ്റാമറൈൻ ബോട്ടാണ്. അതായത് ഇതിന് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് 40 സീറ്റ് AC ക്യാബിനും പുറകിൽ നോൺ AC 80 സീറ്റുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് 2000 HP ഉള്ള 2 ഹെവി എഞ്ചിനാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് അതിന് സെപ്പറേറ്റ് ജനറേറ്ററും ഉണ്ട്. പിന്നെ നമുക്ക് GPS സംവിധാനമുണ്ട്. പിന്നെ ക്യാമറ സംവിധാനമുണ്ട്. പിന്നെ നമുക്ക് എല്ലാ യാത്രക്കാർക്കും എല്ലാ ജീവനക്കാർക്കും ലൈഫ് ജാക്കറ്റും എക്യുപ്മെൻസും എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഫുൾ സുരക്ഷിതമാണ് ഈ ബോട്ടിന് എല്ലാവർക്കും ഉള്ളത്. ഇതിന് എന്തുകൊണ്ടാണ് വേഗ 2 എന്ന് പേര്? വേഗ 1 എന്ന് പറയുന്ന വൈക്കം ടു എറണാകുളം ഒരു സർവീസ് ഇത് കണക്ക് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ആദ്യം ഇറങ്ങിയ ബോട്ടാണ്. അതും ഇത് കണക്കിന് 40 സീറ്റ് AC-യും 80 സീറ്റ് നോൺ AC-യും. അതിന് വേഗ 1 എന്നും. രണ്ടാമത് നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ഇങ്ങനൊരു സർവീസ് തുടങ്ങണമെന്ന് ആലോചിച്ചപ്പോൾ അങ്ങനെ നമ്മൾ വേഗ 2 എന്ന് പറഞ്ഞ ഒരു ബോട്ട് നമ്മൾ ഇറങ്ങിയ കപ്പലിൻ്റെ സാങ്കേതിക വിദ്യയാണ് ഇതിൻ്റെ അകത്ത് മൊത്തം ഉള്ളത്. GPS അങ്ങനെയുള്ള സംവിധാനങ്ങൾ കപ്പലിൽ എങ്ങനെ യാത്ര ചെയ്യുന്നു അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ സംവിധാനങ്ങളാണ് ഈ ബോട്ടിൽ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഫുൾ ഗ്യാരണ്ടിയാണ്, ഫുൾ ഉറപ്പാണ്. ഒരു സേഫ്റ്റി കുറവ് ഈ ബോട്ടിനില്ല. യാത്ര ചെയ്ത് എല്ലാവർക്കും അത് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് എന്നാ ശരിക്കും തുടങ്ങി? ആലപ്പുഴയിൽ 2020 മാർച്ചിലാണ് ഈ ബോട്ട് ആദ്യമായിട്ട് ഉദ്ഘാടനം നടക്കുന്നത്. ആ ഉദ്ഘാടനം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തൊട്ട് കേരളം മൊത്തം ലോക്ക്ഡൗൺ ആയി. പിന്നെ രണ്ടാമത് നമ്മൾ ഡിസംബർ 24-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ ബോട്ട് ഓപ്പണിംഗ് ആകുന്നത്. ആ ഡിസംബർ 24-ാം തീയതി തുടങ്ങിയിട്ട് ഇന്ന് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ യാത്രക്കാരെ വെച്ചുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻക്വയറികൾ ഒത്തിരി വന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് ഫുൾ ബുക്കിംഗ് ആയി. പിന്നെ ഈ ക്യാൻസലേഷൻ വരുന്ന മാത്രമേ നമ്മളിപ്പം കൊടുക്കാറുള്ളൂ. ഇപ്പം കോവിഡും മറ്റു ഇങ്ങനെയുള്ള കാര്യങ്ങളും ആയതുകൊണ്ട് ചില ആൾക്കാർ മലപ്പുറത്തു നിന്നൊക്കെ വരുന്ന ക്യാൻസലേഷൻ ഞങ്ങളെ വിളിച്ചു പറയും. അന്നേരം നമ്മൾ അടുത്ത ആൾ വെയിറ്റിങ്ങിലാണ്. ഇന്ന് ഞങ്ങൾ വന്നപ്പോഴും കണ്ടു പുറത്ത് ആൾക്കാർ വെയിറ്റിംഗ്. അങ്ങനെയാണ് നമ്മൾ കയറ്റുന്നത്. നമ്മളിപ്പം സീറ്റിംഗ് കപ്പാസിറ്റി അല്ലാതെ കൂടുതൽ ആളെ കയറ്റാറില്ല. എങ്കിലും ചില സന്ദർഭങ്ങളിൽ 1-2 പേരെ നമ്മൾ കയറ്റി കൊണ്ടുപോകാറുണ്ട്. മലപ്പുറത്തുനിന്ന് ഇടുക്കിയിൽ നിന്നൊക്കെ വന്ന് അവർ ഇതിനു വേണ്ടി വന്നവരുണ്ടെങ്കിൽ ഒരു സഹായം അവർക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്.
എൻ്റെ പേര് സുനിൽ എന്നാണ്. ഈ വേഗ 2 ബോട്ടിൽ ബോട്ട് മാസ്റ്ററായിട്ടാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. വേഗ 2 സർവീസ് തുടങ്ങിയതിന് ശേഷം ആലപ്പുഴ ജില്ലയ്ക്ക് തന്നെ വളരെയധികം ടൂറിസ്റ്റുകളെ വരുത്തുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സർക്കാർ സർവീസ് മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു നൂതന സർവീസ് സംരംഭം ആരംഭിച്ചപ്പോൾ കേരളത്തിൻ്റെ നാനാ ജില്ലകളിൽ നിന്നും, ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സുരക്ഷിതവും സുഗമമായ ഒരു യാത്ര പ്രദാനം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ യാത്ര അനുഭവിക്കുന്നവരും യാത്ര കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ അതിൻ്റെ ഒരു വലിയ അനുഭവവും അത് കണക്കിന് അവരുടെ സംതൃപ്തി ഒക്കെ പറയുന്നത് ഞങ്ങൾക്ക് വളരെയധികം ഇതുള്ള കാര്യമാണ്. ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സുരക്ഷിതമായ ഒരു യാത്രയും അതുപോലെ തന്നെ ഉല്ലാസയാത്ര ഒരുക്കാൻ കഴിയുമെന്ന് പറയുന്നത് വളരെ നേട്ടമുള്ള കാര്യമാണ്. ബോട്ട് സർവീസിൽ പാതയാമണ യാത്രയ്ക്ക് സന്നിഹിതരായിരിക്കുന്നു നിങ്ങളേവരെയും സംസ്ഥാന ജലഗതാഗത വകുപ്പിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യാത്ര കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ളതാണ്. മാസ്ക് നിർബന്ധമായും ധരിക്കണം. നിക്ഷേപിച്ച് സഹകരിക്കണം. നാം ഇരിക്കുന്നതിനപ്പുറവും വൃത്തിയായി തന്നെ ഇരിക്കട്ടെ. ഈ യാത്രയ്ക്ക് പരാമർശം കൂടിയുണ്ട്. ആലപ്പുഴ ബോട്ട് റെഡിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ഒരുപക്ഷെ നഗരഹൃദയത്തിൽ ഇങ്ങനെ ഒരു ബോട്ട് പറ്റിയുള്ള ജില്ലയും ആലപ്പുഴ മാത്രമായിരിക്കും.
എൻ്റെ പേര് മേഴ്സി. ഞങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരാണ്. ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് ഇത് നടത്തുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഫുഡ് തയ്യാറാക്കുന്നത്. അപ്പം രാവിലെ ഞങ്ങളൊരു 5:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യും ഫുഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പം എല്ലാം ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എല്ലാ പ്രോസസ്സിങ്ങും കഴിയും. പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്ത് 11:30 ആകുമ്പം നമ്മുടെ അടുത്തൊരു ജെട്ടിയുണ്ട്. അപ്പോൾ അവിടെ വന്ന് കയറി ഈ ബോട്ടിൽ തന്നെ കയറി ഞങ്ങൾ അതിൻ്റെ കൂടെ പോവുക. പിന്നെ ഇത് ലാസ്റ്റ് ജെട്ടിലെടുക്കുമ്പം തിരിച്ചു പോവുക. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മീൽസാണ് ഊണിന് കൊടുക്കുന്നത്. പിന്നെ ഇത് സ്പെഷ്യലായിട്ട് കപ്പയും കക്കായും കൊടുക്കും. അല്ലാതെ കക്കയിറച്ചി സ്പെഷ്യൽ കൊടുക്കും. പിന്നെ ഊണിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ, ഫിഷ് കറി, പിന്നെ അവിയൽ, സാമ്പാർ, തോരൻ, മോര്, അച്ചാറ്, ഇത്ര ഐറ്റംസാണ് നമ്മൾ 100 രൂപയ്ക്ക് ഊണിൻ്റെ കൂടെ കൊടുക്കുന്നത്. കക്കയിറച്ചി ഞങ്ങളിപ്പോൾ വേഗ ബോട്ടിൻ്റെ പുറയിലാണുള്ളത്. ശരിക്കും ഇതിൻ്റെ പുറയിലാണ് കുടുംബശ്രീയിലെ ആളുകൾ ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പം ഫുഡ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ബാത്റൂം നമുക്ക് കാണാം. പിന്നെ ഒരു വാഷ് കൗണ്ടറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ യാത്ര അടിപൊളിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളിപ്പോൾ പുന്നമടക്കായലൂടെയാണ് യാത്ര ചെയ്യുന്നത്. വളരെ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി ഇവിടെയാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത്. അതുകൂടാതെ തന്നെ ദേശീയ ഗെയിംസിലെ കനോയിങ്ങും കയാക്കിങ്ങും ഇവിടെ നടത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. കോവിഡ് കാലത്തിന് മുമ്പ് ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു പുന്നമടക്കായൽ. പക്ഷേ ഇപ്പോൾ കോവിഡ് കാരണം അതെല്ലാം മാറി പല ഹൗസ് ബോട്ടുകളും ഇറക്കാനാകാത്ത സ്റ്റേഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായി ആലപ്പുഴയിൽ സ്ഥാപിച്ച ജലകായിക പരിശീലന കേന്ദ്രത്തിൻ്റെ വശങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അനേകം കായിക താരങ്ങളെ കനോയിങ്, കയാക്കിംഗ്, റോയിങ് പരിശീലിപ്പിക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ വേമ്പനാട്ട് കായലിലൂടെ യാത്ര ചെയ്യുന്നത്. ശരിക്കും ഈ ബോട്ടിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് അതിനുള്ള ദ്വീപാണ്. അപ്പോൾ നമ്മൾ ദ്വീപിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ചെറുതായിട്ട് നോക്കിയാൽ നമുക്ക് ദൂരത്ത് പാതിരാമഴ ദ്വീപ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അങ്ങനെ ഞങ്ങൾ പാതിരാമണൽ ദ്വീപിലെത്തി. ഏകദേശം 1:15 സമയമായി. ഇത് ശരിക്കും പണ്ട് സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരുന്ന ദ്വീപായിരുന്നു. അതിനുശേഷം കേരള സർക്കാർ അത് ഏറ്റെടുക്കുകയും അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റുകയും ചെയ്തു. ഇത് ശരിക്കും അനേകം ചതുർപ്പ് നിലങ്ങളും മരങ്ങളും ഒക്കെ നിറഞ്ഞ ചെറിയ കാടെന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാൻ പറ്റും. ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. 10 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 10-20 മിനിറ്റ് നടന്ന് കാണാൻ തക്കവണ്ണം ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പം ഇതിന് ശേഷമായിരിക്കും നമുക്ക് ഭക്ഷണം ബോട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഭക്ഷണം കഴിക്കാം. കുറച്ച് നേരം നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുമന്ദിരം കാണാൻ സാധിക്കും. ഏകദേശം ഒരു 10-15 മിനിറ്റ് നടക്കാറുണ്ട്. പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നും ഇല്ല, പക്ഷേ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്.
ഏകദേശം 1:15 പാതിരാമഴ ദ്വീപിലെത്തി. 1:45 അവിടെ തിരിച്ചു. ഏകദേശം 30 മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്തു. തിരിച്ചു വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അപ്പം ഭക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ കുടുംബശ്രീ ആൾക്കാരാണ് ഫുഡ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു ഊണിന് 100 രൂപ വെച്ചായിരുന്നു. ഫുഡെല്ലാം നല്ല ഫുഡാണ് തരുന്നത്. അതിനുശേഷം സ്നാക്സ്, ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പാതിരാമഴ എത്തുന്നതിന് മുമ്പ് തന്നെ സെർവ് ചെയ്ത് തുടങ്ങും. ആ സമയത്ത് തന്നെ ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ പാതിരാമഴയിൽ പോയി കണ്ടതിന് ശേഷം ഇവിടെ തിരിച്ചു വരുമ്പോൾ ഫുഡ് കിട്ടണമെന്നില്ല. ഞങ്ങൾക്കാണെങ്കിലും റൈസ് കിട്ടിയില്ല. പക്ഷേ ഒരു കപ്പയും കക്കയിറച്ചിയും സ്പെഷ്യൽസും ഒക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അതൊരു കാര്യം ശ്രദ്ധിക്കാം. ഞങ്ങളവിടുന്ന് കുമരകം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുമരകം ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് സൈഡിൽ അനേകം റിസോർട്ടുകൾ കാണാൻ സാധിക്കും. കോട്ടയം ക്ലബ്ബ്, അതുപോലെ ഒരുപാട് റിസോർട്ടുകളുടെ കല്യാണങ്ങളും ഫംഗ്ഷനുകളും ഒക്കെ നടക്കുന്ന ഒരുപാട് റിസോർട്ടുകൾ കാണാൻ സാധിക്കും. ആ റിസോർട്ടുകളൊക്കെ കണ്ട് ഞങ്ങൾ കുമരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു കാറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അടിപൊളി. അപ്പോൾ നമ്മൾ വേഗയുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ ബോട്ട് ചെട്ടി വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വേഗ സർവീസ് എങ്ങനെയാണ് ബുക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇതിന് ബേസിക്കലി 3 നമ്പറാണുള്ളത്. ഈ നമ്പർ 3 നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് പ്രീ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ വന്ന് ഈ സർവീസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് തുടങ്ങിയപ്പോൾ മുതൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റഷായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രീ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക. അപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ആലപ്പുഴ ബീച്ചിലേക്ക് പോകാം.